വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വറുത്തരച്ച മട്ടൻ കറിയാണ് ഇത്. ഇതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ചേർത്താൽ ഇതിൻ്റെ രുചി ഇരട്ടിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പം, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടി നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ 1 കിലോ എല്ലോട് കൂടിയ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ വറുത്തരച്ച് ആണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടി തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളിവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മട്ടൻ്റെ അളവനുസരിച്ച് 1-2 സ്പൂൺ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് വറുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നല്ല ജീരകം, വലിയ ജീരകം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ആയിട്ട്, അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ വലിയ ജീരകം നന്നായിട്ട് വറുത്ത് വന്നപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ എത്ര വേണമെന്നോ അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പാനിലാണ് വയ്ക്കുന്നത്. അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുക്കറാണ് വേണമെങ്കിൽ കുക്കറിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 കറയാമ്പൂ, 3 ഏലക്ക, 2 എന്താ പറയുക ആ ഒരു ബിരിയാണി ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ്, അങ്ങനെ തന്നെയുള്ള ചെറിയ ഉള്ളി പൊളിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം സവാളയും എന്താ പറയുക, ചെറിയ ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. കാരണം നന്നായിട്ട് കുക്കായി വരുമ്പം അത് നന്നായി സ്മാഷ് ആയിക്കോളും. ചെറിയ ഉള്ളി കൂടി ഇടുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ അരി വറുത്തിടുന്നതും ചെറിയ ഉള്ളി ഇടുന്നതും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വഴന്ന് ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പില ഇടുന്നുണ്ട്. അത് നന്നായിട്ട് ഉള്ളി വഴന്നതിന് ശേഷം മാത്രം ഇടുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സവാളയും ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ വേണ്ടത് ഇതിലേക്ക് തക്കാളിയാണ്. 2 വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി ചെറുതായിട്ട് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. വേണമെങ്കിൽ കുറച്ച് നേരം മൂടി കൊണ്ട് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്കായി വന്നപ്പോൾ തക്കാളിയൊക്കെ നല്ല സ്മാഷായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഒരുപാട് മല്ലിപ്പൊടിയുടെ കുത്തലൊന്നും ഇതിലേക്ക് ഇടുന്നില്ല. ഒരു 3 ടീസ്പൂണാണ് കേട്ടോ. ടീസ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നത്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്യാം കേട്ടോ. നമ്മൾ പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ഇടുന്നുണ്ട്. അപ്പം ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ആ പൊടികളുടെയൊക്കെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ അരച്ച് വെച്ച വറുത്തരച്ച തേങ്ങ വെള്ളമില്ലാതെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയും മസാലയും എല്ലാം നന്നായിട്ടൊന്ന് ആ ഒരു എന്താ പറയുക, നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് മുന്നേ നമ്മളുടെ
മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ മട്ടൺ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ എൻ്റെ കുക്കർ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പാനിൽ തന്നെ എടുക്കുന്നത്. പാനിലും കൂടി ആകുമ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നമുക്ക് ചൂടുവെള്ളം വീണ്ടും ഇതിലേക്ക്, ഞാൻ കുക്കറിൽ അല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലാണ് വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാവുന്നതാണ്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുക്കറിലോട്ട് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ കുക്കറിൽ വഴറ്റി ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഞാൻ മൂടി കൊണ്ട് അടച്ച് ഇത് കുക്ക് ചെയ്യുകയാണ്. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഒരു മട്ടൺ വെന്തത്. സ്ലോ കുക്കാണ് ചെയ്തത്, കാരണം അപ്പം ഇപ്പോൾ കണ്ടോ ഏകദേശം ഇപ്പോഴും വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് ഇളക്കിയത്. ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അതുപോലെ വെള്ളം ഒന്ന് കുറഞ്ഞ് വരുമ്പം ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുക്കായുമെന്ന്. ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തത്. സ്ലോ കുക്കാണ് കേട്ടോ, ഹൈ ഫ്ലെയിമിലുമല്ല. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ ആ ഒരു എല്ലിൽ നിന്ന് മാംസമൊക്കെ ഇളകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ കണ്ടോ, എല്ലിൽ നിന്ന് നന്നായിട്ട് മാംസമൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം വരെ നമ്മൾ കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ആ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും, കാരണം നമ്മൾ തേങ്ങയും അരിയൊക്കെ ചേർത്തുകൊണ്ട്. അരി ഇട്ടാൽ നമ്മളുടെ ഈ ഒരു കറി നന്നായിട്ട് കുറുകി തന്നെ വരും. അപ്പോൾ ഇനി ഇരിക്കുന്തോറും ഒന്നും കൂടി കുറുകും. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇരിക്കും തോറും കുറുകി വരുമെന്ന്, കാരണം നമ്മൾ അരിയും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് കുറുകി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ അപ്പം, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഉള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ചേർത്ത ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അരിയും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അരി കൂടി ഇടുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് ടേസ്റ്റും അതുപോലെ തന്നെ കൊഴുപ്പും ഉണ്ടാവുന്നത്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.